സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ്റെ അകത്ത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം, അത് ഹോസ്റ്റ് ചെയ്യാം, ഈ ഒരു കാര്യമായിരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യണേ. അപ്പം ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് ഒരു ഡൊമൈൻ നെയിം എന്നൊരു രീതിയിൽ അതെന്താണെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഡൊമൈൻ നെയിം എന്താണെന്നൊരു രീതിയിൽ അത് പർച്ചേസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പർട്ടിക്കുലർ സ്പേസ് ഇൻ്റർനെറ്റിൻ്റെ അകത്ത് നമ്മൾ റെൻ്റ് എടുക്കുകയും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഹോസ്റ്റ് ചെയ്യാനും പറ്റും. സോ ഇതെന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഇൻ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അതിനുശേഷം വൈബ് കോഡിങ്, അതായത് ജെൻ AI ഉപയോഗിച്ചിട്ട് നമുക്ക് ബേസിക്കായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അത് ഫൈനലി ഗിറ്റ്ഹബ് എന്നുള്ള രീതിയിലൊരു പ്ലാറ്റ്ഫോമുണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഹോസ്റ്റ് ചെയ്യാമെന്നും ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്. സോ വി ആർ ഹോസ്റ്റിംഗ് ദിസ് സെഷൻ ആസ് എ പാർട്ട് ഓഫ് ദ ഗ്രോത്ത് കമ്മ്യൂണിറ്റി. ഈ ഗ്രോത്ത് കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെക്, സ്റ്റാർട്ടപ്പ്, പേഴ്സണൽ ബ്രാൻഡിങ് ഈ 3 ഡൊമെയിനിലും നമ്മൾ ഓരോരോ സെഷൻസ് വീക്കിലി 7 PM നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സെഷനാണ് ഇന്നത്തെ ഈ ബിൽഡ് ആൻഡ് ലോഞ്ച് യുവർ ഫസ്റ്റ് വെബ്സൈറ്റ് എന്നുള്ളൊരു സെഷൻ. ഓക്കെ, സോ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. ഓക്കെ, സോ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ പേരിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ പേരിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം പേഴ്സണലി ഞാൻ എൻ്റെ പേരിലും ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നത് കാണിച്ചു തരാം. ഈ ഉള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. എൻ്റെ പേര് .com എന്നുള്ള രീതിയിൽ, adinvias.com എന്നുള്ള രീതിയിലാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഈ ഒരു കാര്യമാണ് ഡൊമൈൻ നെയിം എന്നുള്ള രീതി. ഞാൻ എൻ്റെ ഒരു കേസിൽ adinvias.com എന്നുള്ള രീതിയിൽ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഉള്ള രീതിയാണ് നമുക്ക് ഡൊമൈൻ നെയിം എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഡൊമൈൻ നെയിം, നമ്മുടെ പേരിലുള്ള ഒരു ഡൊമൈൻ നെയിം അവൈലബിൾ ആണോ അല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഡൊമൈൻ നെയിം ചെക്ക് ചെയ്യാനായിട്ട് ഡൊമൈൻ നെയിം ചെക്കർ എന്നുള്ള രീതിയിൽ നമ്മുടെ ചുമ്മാ സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഞാൻ തൽക്കാലം ഹോസ്റ്റിംഗറിൻ്റെ ഒരെണ്ണം എടുക്കുവാണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് റിച്ചാർഡ് എന്നുള്ള രീതിയിൽ ഞാൻ സെർച്ച് ചെയ്യുവാണ്. richard.com. സോ ഈ ലോകത്ത് കുറേ റിച്ചാർഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ richard.com എന്നുള്ള രീതിയിൽ ഒരാൾ ഓൾറെഡി ബൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പേരിൽ ഇത് ബൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി ഈ റിച്ചാർഡ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു AI എക്സ്പെർട്ട് ആണെന്ന് ചോദിച്ചോ. അങ്ങനെയാണ് ഞാൻ റിച്ചാർഡ് AI എക്സ്പെർട്ട് എന്നുള്ള രീതിയിൽ ഒരു ഡൊമൈനാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. richardaiexpert.com എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അത് നമുക്ക് മേടിക്കാൻ പറ്റും. ഇത് ഇത്രയ്ക്കൊരു പൈസ കൊടുത്തിട്ട് നമുക്കിത് മേടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കിങ്ങനെ മേടിക്കാൻ പറ്റും. പൈസ കൊടുക്കേണ്ട പരിപാടിയാണ്. എനിവേ, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പേരിൽ ഓരോരോ ഡൊമൈൻ നെയിം സ്വന്തമാക്കണേ. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജ് ഹോസ്റ്റിംഗ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എന്താണ് ഇവിടെ നടക്കണേ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ആദ്യം ഒന്ന് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാം. സോ നിങ്ങൾ ഒരു സ്ഥലം എടുക്കുമെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് വീട് വെക്കാനായിട്ട് നിങ്ങളൊരു സ്ഥലം എടുക്കുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യം ആ ഒരു സ്ഥലം മേടിക്കും. ആ സ്ഥലം മേടിച്ച സ്ഥലത്താണ് നിങ്ങൾക്ക് ഓരോരോ വീട് വെക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ റെൻറ്റിന് എടുക്കാൻ പറ്റും. ഒരു ലീസിന് ഒരു ബിസിനസ് എന്ന രീതിയിൽ നിങ്ങളൊരു കട വെക്കാനാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് പർപ്പസിനായിട്ട് ഏതെങ്കിലും ബിൽഡിംഗ് അവിടെ പണിയാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ആ ഒരു ലാൻഡിന് നല്ല വിലയാണെങ്കിൽ ആ ലാൻഡ് നിങ്ങൾ മേടിക്കാതെ അത് ലീസിന് എടുത്തിട്ട് അതിന് മുകളിലായിരിക്കും നിങ്ങൾ ഈ ബിൽഡിങ്സും വീടും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. സോ ഇങ്ങനെ 2 മെത്തേഡ്സ് ഉണ്ട്. സെയിം മെത്തേഡ് നമുക്ക് ഇൻ്റർനെറ്റിലും അവൈലബിൾ ആണ്. ഈ ഒരു പരിപാടിനെ നമ്മൾ ഹോസ്റ്റിംഗ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലം എടുക്കുന്നു. അത് ചിലപ്പോൾ വാടകയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടായിരിക്കാം. ഈ ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന പരിപാടീനെ VPS ഹോസ്റ്റിംഗ്, അതായത് ഫുൾ കൺട്രോൾ നമുക്കായിരിക്കും. ആ ഒരു ലാൻഡ്, അതിൻ്റെ മണ്ണ്, അങ്ങനെയുള്ള രീതിയിൽ ഫുൾ കൺട്രോൾ നമുക്കുണ്ടാവും. പിന്നെ മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ലീസിന് എടുത്തുള്ള പരിപാടി. അപ്പം ഈ ലീസ് എന്നുള്ള പരിപാടി ആ ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളും പിന്നെ അതിൻ്റെ മതിലും കെട്ടും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വേറൊരു ആൾക്കാർ നോക്കിക്കോളും. നമ്മൾ ആ ബിൽഡിംഗ് വെച്ച് ആ ബിൽഡിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. സോ ഇങ്ങനെ 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ലാൻഡ് മേടിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാടാണ്. അതിൻ്റെ പുറകെ നമ്മൾ കുറേ നടക്കേണ്ടി വരും. വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ
ഈ ലാൻഡ് നമ്മൾ ലീസിലെടുക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു സെർവറും കാര്യങ്ങളൊക്കെ ബൈ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറേ ടെക്നിക്കലായിട്ടുള്ള കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് അപ്പാക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പർച്ചേസ് ചെയ്തത് സെർവർ എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന രീതിയിൽ കണ്ടാൽ മതി. ഈ സെർവറിൻ്റെ അകത്ത് നമ്മൾ എൻഷുർ ചെയ്യുവാണ് 24/7 ഇൻ്റർനെറ്റ് ഉണ്ടെന്നുള്ള രീതിയിലും ഇൻ കേസ് ഇവിടുത്തെ കറണ്ട് പോയി കഴിഞ്ഞാലും പകരം വേറൊരു സെർവർ നമ്മൾ ലോകത്ത് വേറെ എവിടെയെങ്കിലും ആയിട്ട് ബാക്കപ്പ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. സോ അതാണ് ഈ ലാൻഡ് മേടിക്കുക എന്നുള്ള രീതി പരിപാടിയിലുള്ളത്. സോ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത് ഈ ലാൻഡ് ലീസിനെടുക്കുന്ന പരിപാടിയാണ്. സോ ബേസിക്കലി വേറെ കുറേ തേർഡ് പാർട്ടീസ് ഇങ്ങനെ എൻ്റെ പറമ്പിൽ നിങ്ങൾ ബിൽഡിംഗ് വെച്ചോളൂ എന്നുള്ള രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സോ അവരുടെ ഈ ഒരു ലാൻഡ് കാർഡ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അത് നമ്മുടെ വെബ്സൈറ്റ് ഡിപ്ലോയ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ പേര് നമ്മുടെ റീസെൻ്റ് എക്സാമ്പിളാണ് richardai.expert.com എന്നുള്ള രീതിയിലൊരു എക്സാമ്പിളായിരുന്നു നമ്മൾ എടുത്തത്. സോ ആ ഒരു കേസിൽ അത് ഒരു അഡ്രസ്സ് പോലെയാണ്. നമ്മളൊരു വീട് മേടിച്ച് കഴിഞ്ഞിട്ട് ആ വീടിന് എന്തായാലും ഒരു അഡ്രസ്സ് ഉണ്ടാകും. ആ ഒരു അഡ്രസ്സ് എന്ന രീതിയിൽ നമ്മൾ വെക്കുന്ന ബിസിനസ്സിൻ്റെ അഡ്രസ്സ് ആകാം, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന വീടിൻ്റെ അഡ്രസ്സ് ആകാം. അതായത് അവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പെർമനൻറ്റ് അഡ്രസ്സ് ആകുന്നില്ല. മേ ബി നമ്മുടെ ഹൗസ് നെയിം മാറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓണർഷിപ്പ് എന്ന രീതിയിൽ മാറ്റങ്ങളൊക്കെ വരും. ഇതുപോലെ തന്നെ നമ്മളൊരു സ്ഥലം എടുത്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബൈ ഡിഫാൾട്ടായിട്ട് ഒരു അഡ്രസ്സ് കിട്ടും എന്നുള്ള രീതിയിലല്ല. ചിലപ്പെങ്കിൽ വേണമെങ്കിൽ ആ വടക്കേ മൂലയ്ക്ക് 4ാമത്തെ വീട് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടെമ്പററി ആയിട്ടൊരു അഡ്രസ്സ് കിട്ടും. അത് പല സർവീസസ് പ്രൊവൈഡറും നമുക്ക് തരുന്നുണ്ട്. ബട്ട് നമ്മൾ ഈ ഒരു കേസിൽ നമുക്ക് നമ്മുടെ പേരിലൊരു ഒരു സ്ഥലം വേണം, ഒരു അഡ്രസ്സ് വേണം എന്നുള്ള രീതിയിൽ ഈ ഒരു പരിപാടിയാണ് നമ്മൾ ഡൊമൈൻ നെയിം എന്നുള്ള രീതി വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് വളരെ സിമ്പിൾ എക്സാമ്പിളായിട്ട് google.com, facebook.com, netflix.com ഈ ഉള്ള രീതിയിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ www.google.com സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഗൂഗിളിൻ്റെ ഒരു അഡ്രസ്സിലേക്കായിരിക്കും നമ്മൾ റീഡയറക്റ്റ് ചെയ്യണേ. അപ്പം ഗൂഗിളിൻ്റെ അഡ്രസ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഗൂഗിള് അവരുടെ ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു പരിപാടിയാണ് കംപ്ലീറ്റ്ലി ആയിട്ട് ഹൗ ദിസ് ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് വർക്ക്സ് എന്ന രീതിയിൽ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ. സോ ഇനി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്, ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ പോവാണ്. സോ പലരും ഡൊമൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യുന്ന ഗോഡാഡി എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഗോഡാഡി ഡൊമൈൻ സെർച്ച് അല്ലെങ്കിൽ ഗോഡാഡി ഇത് വളരെ ഫേമസ് ആണ്. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഗോഡാഡി. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഡൊമൈൻസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. സോ സെയിം രീതിയിലുള്ള റിച്ചാർഡിൻ്റെ കേസ് നമ്മൾ സെർച്ച് ചെയ്യുവാണ്. richardai.expert.com. സോ ഇതിൻ്റെ അകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ₹1 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ ₹1 എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോഴത്തേക്കും അത് $199 എന്നുള്ള രീതിയിലാണ്. സോ ഇത് കണ്ടിട്ട് നമ്മൾ ഗോഡാഡി എന്നുള്ള രീതിയിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ 1 for ഫസ്റ്റ് ഇയർ എന്നുള്ള രീതിയിലാണ്. ഫസ്റ്റ് ഇയറിലേക്ക് മാത്രമാണ് ഈ ₹1 വിത്ത് 3 year ടൈം. അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് മിനിമം 3 വർഷമെങ്കിലും ഉപയോഗിക്കണം. ഇതിൻ്റെ അകത്ത് ഒരു കോൺട്രാക്റ്റ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു കരാറ് പോലെ തന്നെയാണ് ഇത്. ഫസ്റ്റ് ഇയറിലേക്ക് ₹1 നിങ്ങൾ കൊടുത്താൽ മതി. അതിനുശേഷമുള്ള 2 ഇയർ നിങ്ങൾ 1500 ഓൾമോസ്റ്റ് 3000 പ്ലസ് ടാക്സ് എന്നുള്ള രീതിയിൽ ഫുൾ പൈസ കൊടുക്കണം. സോ ബേസിക്കലി അത് വരുന്നത് ഒരു നഷ്ടക്കച്ചവടമാണ്. അതുപോലെ തന്നെ ഇവിടെയും വരുന്നത് 3 year ടൈം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. 1299 എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ഡൊമൈനെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ റെന്യൂവൽ കോസ്റ്റ്, അത് ഓരോരോ വർഷം, ഈ ഒരു 199 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഇയർ മാത്രമായിരിക്കും നമുക്ക് പെർമനൻ്റ് ആയി എന്നുള്ള രീതിയിലല്ല, അത് ഓരോരോ വർഷവും നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻ കേസ് നമ്മൾ റിന്യൂ ചെയ്യാൻ മറക്കുവാണെങ്കിൽ അത് 1000, 2000, 3000 എന്നുള്ള രീതിയിൽ വർഷം നമ്മൾ കൊടുക്കേണ്ടത്. പെട്ടെന്ന് സപ്പോസ് ഈ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒക്കെ കൊടുക്കുന്ന പോലെ ഒരു ദിവസം നമ്മൾ വൈകി പോയാൽ പിന്നെ അത് റിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ 10,000 ഒക്കെ കൊടുക്കണം. സോ അങ്ങനെയുള്ള രീതിയിൽ വർഷം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനത്തെ ഒരു കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. സോ ഞാൻ ഇതിൻ്റെ നോക്കട്ടെ, റിന്യൂവൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന്. മേ ബി ബൈ ചെയ്യാൻ നേരം കാണാൻ പറ്റുമായിരിക്കും. ഞാനിത് ബൈ ചെയ്യുന്നില്ല. എന്തായാലും ബൈ ചെയ്യാൻ നേരം ഇതിൻ്റെ റിന്യൂവൽ കോസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ സൈൻ ഇൻ. 3 years എന്നുള്ള രീതിയിലേക്കുള്ള
കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഒരു 5 ഇയേഴ്സ് എന്നൊക്കെ പോകുമ്പോഴത്തേക്കും അതിൻ്റേതായ പൈസയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബട്ട് ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത് റിന്യൂവൽ കോസ്റ്റ് എന്നുള്ളൊരു കാര്യം ഇവർ ഇത് മറച്ചു വെച്ചിട്ടാണ് നമുക്ക് ഓരോന്ന് വിൽക്കുന്നത്. ഈ റിന്യൂവൽ കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പം നമ്മുടെ പേരുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസിൽ adingears.com എന്നുള്ള രീതിയിൽ ഞാനിത് മേടിക്കാനായിട്ട് എനിക്ക് ഒരൊറ്റ ആളുടെ അടുത്ത് നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഗോഡാഡീൻ്റെ അടുത്ത് നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹോസ്റ്റിംഗറിൻ്റെ അടുത്ത് നിന്ന് മേടിക്കാൻ പറ്റില്ല. സോ നമ്മൾ ആരുടെ അടുത്ത് നിന്നാണോ മേടിച്ചത് അത് പെർമനൻ്റ് ആണ്. നമ്മൾ അവർക്ക് വർഷം ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ ലോങ് ടൈമിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും വലിയൊരു നഷ്ടക്കച്ചവടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ ഞാനിപ്പോൾ ഒരു ഫെയർ സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡൊമൈൻ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫെയർ സ്കോർ ഇത് മേടിക്കാനായിട്ട് വർഷം എന്നുള്ള രീതിയിലല്ല, ഇത് ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യാൻ, ഇത് പ്രീമിയം ഡൊമൈൻ ആണ്. ഇത് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് ഈ ഫെയർ സ്കോറിന് നല്ലൊരു സെർച്ച് ചെയ്യുമ്പോഴൊക്കെ കുറേ പേര് ഇത് കാണും. അതുകൊണ്ട് തന്നെ ഇതിന് 47 ലക്ഷം രൂപയാണ്. ഇതൊന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് 47 ലക്ഷം രൂപയാണ് ഇതിന് ചിലവാകുന്നത്. അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് സ്വന്തമാക്കാം. അതിനുശേഷം നമ്മൾ വർഷം വാട്ട് വി ക്യാൻ സേ ഒരു 1000 2000 വർഷം കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു പരിപാടി ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇത് പ്രീമിയം ഡൊമൈൻ എന്നുള്ള രീതിയിൽ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് കോഴിക്കോടോ ട്രിവാൻഡ്രോ കൊച്ചിയിലോ ഏതെങ്കിലും ഒരു സെൻറ്റിൽ അവിടെ ഒരു ബിൽഡിംഗ് വെക്കുവാണെങ്കിൽ നല്ലൊരു ലാഭക്കച്ചവടമായിരിക്കുമല്ലോ. സെയിം രീതിയിൽ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ fair.com എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് റാങ്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെയാണ് അവർ ഈ ഒരു പ്രീമിയം ഡൊമൈൻ എന്നുള്ള രീതിയിൽ ഒരു ബ്രാൻഡിൻ്റെ ഒരു പവർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം, പക്ഷേ ബ്രാൻഡ് അല്ല, ബട്ട് ഈ ഉള്ള രീതിയിൽ പ്രീമിയം ഡൊമൈൻ കാറ്റഗറിയിൽ ഈ ഒരു പൈസ വെക്കുന്നത്. സോ വാട്ട്സ് എ സൊല്യൂഷൻ ഫോർ ദിസ് വൺ? ഞാൻ നിങ്ങൾക്ക് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള മൂന്നാലഞ്ച് വാട്ട് വി ക്യാൻ സേ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് ഈ ഒരു ഡൊമൈനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പോർക്ക് ബൺ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമാണ്. പോർക്ക് ബൺ ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ റുപ്പീസിൽ നമുക്ക് പർച്ചേസും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, US ഡോളേഴ്സിലേ പറ്റുള്ളൂ. പക്ഷേ വില കുറവാണ്. എനിക്ക് തോന്നുന്നത് ഒരു 800 900 ആ ഒരു രൂപയ്ക്ക് നമ്മൾ വർഷം ഇത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അല്ലാതെ 1500 ആദ്യത്തെ വർഷം 1 രൂപയും രണ്ടാമത്തെ വർഷം 1500 പിന്നെ ഇൻക്രീസ് ആവുന്ന അങ്ങനത്തെ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യട്ടെ. ഓക്കെ, ഞാനിവിടെ റിച്ചാർഡിൻ്റെ കാര്യം തന്നെ നോക്കാം. ഓക്കെ, റിച്ചാർഡ് AI എക്സ്പേർട്ട് എന്ന രീതിയിൽ ഇവിടെ നമുക്ക് ഒരു ഇയർലി കിട്ടിയിട്ടുണ്ട്. അതായത് 1100 എന്നുള്ള രീതിയിലാണ് വർഷം ആ ഒരു പൈസ കൊടുക്കാൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഹിഡൻ കോസ്റ്റോ റിന്യൂവൽ കോസ്റ്റോ അങ്ങനെയൊന്നുമില്ല, എല്ലാം അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വർഷവും പിന്നെ ഫർദർ ഇയേഴ്സും നമ്മൾ അത് തന്നെയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ബൾക്കായിട്ട് മേടിക്കുമ്പം അതിൻ്റേതായ റിഡക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. ബട്ട് എന്നാലും ഫസ്റ്റ് ഇയർ എന്ന രീതിയിൽ ഈ ഒരു കാര്യം തന്നെയാണ്, ലൈക്ക് അത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം സൈബർ സെക്യൂരിറ്റി സ്റ്റഫാണ്. നമ്മൾ ഇതൊരെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതൊരു ഭാവിയിൽ നമ്മുടെ ഒരു പ്രൈവസി ഇഷ്യൂ ആവും. ഈ ഒരു പ്രൈവസി, അത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഓണർ നമ്മളാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണാൻ പറ്റും. ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹൂയിസ് പ്രൈവസി എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് അവർ റൈറ്റ്. ഇത് പോർക്ക് ബൺ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് വേറസ് ഗോഡാഡിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈച്ച് ആൻഡ് എവരി വൺ ഇതിൻ്റെയൊക്കെ ഓരോരോ ഇതിനും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ഒരു പരിപാടിയാണ് ഗോഡാഡിയൊക്കെ ചെയ്യുന്നത്. സോ പോർക്ക് ബൺ ഈ ഉള്ള രീതിയിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. .com .in .edge അങ്ങനെയുള്ള രീതിയിൽ പല ടൈപ്സ് ഉണ്ട്. അതൊക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബില്ലിംഗ് എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലുള്ളൊരു അഡ്രസ്സ് സ്വന്തമാക്കാം. സോ നൗ വി ആർ ഗോയിങ് ഫോർ ഹോസ്റ്റിംഗ്. സോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓൾറെഡി അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ അഡ്രസ്സ് കിട്ടുക എന്നുള്ള രീതിയിൽ ഇപ്പം റിച്ചാർഡ് AI എക്സ്പേർട്ട് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ എൻ്റെ പേരിൽ എന്നുള്ള രീതിയിൽ adingears.com എന്നുള്ള രീതിയിൽ നമുക്ക് ഡൊമൈൻ നെയിം കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്ഥലം മേടിക്കുകയാണ്. അപ്പോൾ സ്ഥലം മേടിക്കൽ നമുക്ക് നടക്കില്ല, സ്ഥലം നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വാടകയ്ക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഹോസ്റ്റിംഗ് പ്രൊവൈഡർ എന്നുള്ള രീതിയിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നതാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടു സ്പോൺസേഡ് റിസൾട്ട്സ് എന്നുള്ള രീതിയിൽ അത് പരസ്യമാണ്. ആ പരസ്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ SEO അനുസരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ മുതൽ ഈ പരസ്യം കഴിഞ്ഞിട്ട് ഹൈഡ് സ്പോൺസേഡ് ഇവിടെ മുതലാണ്
ഒറിജിനലായിട്ടൊക്കെ വരുന്നത്. സോ ഇതിൻ്റെ അകത്തൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഹോസ്റ്റിംഗറാണ്. അപ്പോൾ ഹോസ്റ്റിംഗർ എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വേണമെങ്കിൽ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ആ ലാൻഡിൻ്റെ പുറകെ നമ്മൾ കുറേ നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഈസ് എ ബെറ്റർ സൊല്യൂഷൻസ്. സോ കൊണ്ടാബോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ പുറകെ നമ്മൾ കുറേ നടക്കണം. പക്ഷേ വില കുറവാണ്. പക്ഷേ ഇതിൻ്റെ പുറകെ കുറേ നടക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു മിഡ് ഗ്രൗണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ ഹോസ്റ്റിംഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പേഴ്സണലി ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ സർവീസ്. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഓരോരോ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്സിഡൻ്റലി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആ വെബ്സൈറ്റ് മൊത്തം അടിച്ചു പോയി. അപ്പം ബൈ ഡിഫാൾട്ടായിട്ട് ഇവർ തന്നെ എൻ്റെ വെബ്സൈറ്റിൻ്റെ മൊത്തം ബാക്കപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് അത് പഴയ പോലെ തന്നെ റീസ്റ്റോർ ചെയ്യാൻ പറ്റി. സോ അങ്ങനെയുള്ള രീതിയിലും പിന്നെ മെയിൻ്റെനൻസ് എന്ന രീതിയിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി സർവീസസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹോസ്റ്റിംഗർ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ വേറൊരെണ്ണം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഹോസ്റ്റിംഗറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ ഉപയോഗിക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ. അത് നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിവേ, ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നോ കോഡ് എന്നുള്ളത്, നിങ്ങൾക്ക് കോഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയില്ലെങ്കിൽ നോ കോഡ് എന്ന രീതിയിൽ വിക്സ്, സ്ക്വയർ സ്പേസ് ഇങ്ങനെയുള്ള ഓരോരോ വെബ്സൈറ്റ് പ്ലാറ്റ്ഫോംസിൻ്റെ അകത്ത് നമ്മൾ വർഷം മേ ബി മാസം പൈസ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അത് നോ കോഡായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് എല്ലാം ബിൽഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവർ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കക്കാരെന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരെണ്ണം ബിൽഡ് ചെയ്യണമെന്ന് പ്രശ്നമില്ല. ബട്ട് സപ്പോസ് നമ്മളൊരു ബിസിനസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ സ്കെയിൽ അപ്പ് ചെയ്യണം. കുറേ ആൾക്കാർ അതിൻ്റെ അകത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഓരോ ഇമെയിൽ കളക്ഷൻസും അങ്ങനത്തെ ഉള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഓരോരോ ഇൻറ്റഗ്രേഷൻ ചെയ്യാനും പിന്നെ ഓരോരോ അഡ്വാൻസ് ഫീച്ചറിനും നമ്മൾ നല്ല രീതിയിൽ പൈസ കൊടുക്കണം. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വിക്സിൻ്റെ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ബേസിക് എന്നുള്ള രീതിയിൽ 250 പെർ മന്ത് എന്ന രീതിയിലാണ് വരുന്നത്. അത് അൺലിമിറ്റഡ് സ്റ്റോറേജ് സ്പേസും അങ്ങനെയുള്ള രീതിയിൽ നല്ലപോലെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് 1800 പെർ മന്ത് എന്ന രീതിയിൽ വരുന്നുണ്ട്. സോ സെയിം രീതിയിൽ തന്നെ സ്ക്വയർ സ്പേസും എന്ന രീതിയിൽ സ്ക്വയർ സ്പേസും ഇതുപോലത്തെ ഓരോരോ പ്രൈസിങ് പ്ലാനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യൻ റുപ്പിയിലുണ്ടോ എന്നറിയില്ല. ഇന്ത്യൻ റുപ്പിയിലും ഉണ്ട്. സോ ഇങ്ങനെയുള്ള രീതിയിൽ കുറച്ച് അഡ്വാൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ മാസം ഇങ്ങനെ നല്ല രീതിയിൽ പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. സോ ബിഗിനേഴ്സ് എന്ന രീതിയിൽ പലതിൻ്റെയും ഫ്രീ വേർഷൻസ് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ വിക്സ് ഒന്ന് കാണിച്ചു തരട്ടെ. ഇവിടെ കണ്ടോ, ചുമ്മാ നമുക്കൊരു ഡൊമൈൻ നെയിമും കാര്യങ്ങളൊന്നുമില്ല. ഇവർ തന്നെ തരുന്ന ഒരെണ്ണത്തിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യണമെന്ന് പഠിക്കാൻ അങ്ങനെയുള്ള രീതി നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ബട്ട് അപ്സ്കെയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ച് പാടായിരിക്കും. അതാണ് നമ്മൾ നോ കോഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു ടോട്ടൽ ഫ്രീഡം ബട്ട് വെരി സ്ലോ എന്നുള്ള രീതിയിൽ കസ്റ്റം കോഡിംഗ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ്റെ അകത്ത് കവർ ചെയ്യാൻ പോകുന്നത്. ബട്ട് അതിന് മുമ്പ് ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നോ കോഡ് എന്നൊരു രീതിയിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പിന്നെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ഇൻ്റർഫേസോട് കൂടി നമുക്ക് ഒരു ടെക്നിക്കൽ നോളജ് ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു ഒരെണ്ണം നല്ലതായിരിക്കും. ബട്ട് നൗ എ വന്നതുകൊണ്ട് തന്നെ വെബ്സൈറ്റ്സ് ഒക്കെ നമുക്ക് ലവബിൾ, ബോൾട്ട്, കഴ്സർ, ആൻറ്റി ഗ്രാവിറ്റി ഇതുപോലത്തെ ഓരോരോ സർവീസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്താൽ മതി. അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് വേണം, മേ ബി ഒരു ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബുക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഒരു വിസിറ്റർ മാനേജ്മെൻറ്റ് ടൂളായിരിക്കാം. ഇങ്ങനെയുള്ള രീതിയിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളുമൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഓരോരോ ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ലവബിൾ, ബോൾട്ട്, കഴ്സർ, ആൻറ്റി ഗ്രാവിറ്റി അത് പ്രോംപ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. മേ ബി ഒരു 2-3 പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ എഐനോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ കണ്ടാൽ മതി. അപ്പം ഈ ഒരു പ്രോംപ്റ്റ് ഒരു 5-6 തവണ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ പൈസ കൊടുക്കണം. സോ അപ്പം നമ്മൾ പൈസ കൊടുക്കാമെന്നുള്ള രീതിയിൽ മേ ബി ഒരു 2000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ വെരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ അതിലേക്ക് ഇപ്പം പോകുന്നില്ല, ബട്ട് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ
ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സെക്യൂരിറ്റി ഇഷ്യൂസും വരും. നമ്മൾ മേ ബി ഒരു ക്ലയൻറ്റിൻ്റെ ഡാറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പഴുതുകളോ ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റൊക്കെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു വലിയൊരു ഇഷ്യൂ ഇതിൻ്റെ അകത്തുണ്ട്. ബട്ട് നമുക്കൊരു ഇതെങ്ങനെയാണ് എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യാനും ഓരോന്നും ഡെവലപ്പ് ചെയ്യാനുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അത് ഓക്കെയാണ്. സോ ഞാൻ ലവബിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 5 ക്രെഡിറ്റ്സ് അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇതിൻ്റെ അകത്ത് ഐ വാണ്ട് ടു ക്രിയേറ്റ് എ കാൽക്കുലേറ്റർ വെബ് ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ കൊടുക്കാം. ഐ വാണ്ട് ടു ക്രിയേറ്റ് എ കാൽക്കുലേറ്റർ വെബ് ആപ്ലിക്കേഷൻ. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരെണ്ണം ഞാൻ പറഞ്ഞു. അതിനുശേഷം അത് ബിൽഡ് ചെയ്യുവാണ്. സോ അത് ബിൽഡ് ചെയ്യട്ടെ. ബേസിക്കലി ഈ ഉള്ള രീതിയിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചുമ്മാ അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി. ആ ഓരോരോ സംസാരത്തിനും ഓരോരോ പൈസയാകും. അത് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. പക്ഷേ ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കോംപ്ലിക്കേറ്റഡ് ആയുള്ള വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ എനിവേ അതൊന്ന് ബിൽഡ് ചെയ്യട്ടെ അവിടെ. ദെൻ മൂവിങ് ടു തേർഡ് വൺ, വേർഡ്പ്രസ്. അപ്പോൾ ഈ ലോകത്തുള്ള ഓൾമോസ്റ്റ് 70 അല്ലെങ്കിൽ 60 to 70% ഓഫ് ദ വെബ്സൈറ്റ് വേർഡ്പ്രസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ വേർഡ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനെ നടുക്ക് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് കുറേ മാനുവലായിട്ട് കുറേ ഓട്ടോമേഷൻസും കാര്യങ്ങളും ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മാനുവലായിട്ട് ഫുൾ കൺട്രോളും ഉണ്ട് താനും. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ നടുക്ക് നിൽക്കുന്ന ബട്ട് കുറച്ച് ടെക്നിക്കൽ വരുന്ന ഒരു പരിപാടിയാണ് ഈ വേർഡ്പ്രസ്. ഇപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും കൺട്രോൾ ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള രീതിയിൽ നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഈസ് ഓഫ് യൂസ് എന്നുള്ള രീതിയിൽ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നതാണ് ഈ വേർഡ്പ്രസ് വരുന്നത്. സോ വേർഡ്പ്രസിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. അത് ഒരു 2, 3, 4 സെഷൻ എടുത്താലേ നമുക്ക് വേർഡ്പ്രസിനെ കുറിച്ച് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് സെഷൻ എങ്ങനെ നമുക്ക് വേർഡ്പ്രസ് ഉപയോഗിച്ചിട്ട് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും കവർ ചെയ്യുന്നില്ല. ഓക്കെ, so now we are going for custom coding using HTML, CSS and JS. so ഇത് മൂന്നും ടെക്നിക്കൽ കുറച്ചറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ബേസ് ആയിട്ട് വരുന്നതാണ് HTML, CSS, JS. ഇത് നമ്മൾ ക്ലോഡ് അല്ലെങ്കിൽ ChatGPT ഉപയോഗിച്ചിട്ട് ഒരു ബേസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്. സോ ഇത് ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഓൾറെഡി ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ക്ലോഡ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. നിങ്ങൾക്ക് ChatGPTയും ക്ലോഡും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ വാണ്ട് ടു ക്രിയേറ്റ് എ പോർട്ട്ഫോളിയോ ഓഫ് എലോൺ മസ്ക്. പിന്നെ കോൺടെക്സ്റ്റ് എന്ന രീതിയിൽ ടീച്ചിങ് ഓൺ ഹൗ വി ക്യാൻ ഹോസ്റ്റ് എ വെബ്സൈറ്റ് ഓൺ ഗിറ്റ്ഹബ് യൂസിങ് വൈബ് കോഡിംഗ് എന്ന രീതിയിൽ പ്ലീസ് ക്രിയേറ്റ് എ സെപ്പറേറ്റ് ഫയൽ HTML, CSS, JavaScript. ഇങ്ങനെയുള്ള രീതിയിൽ ഞാനൊരു പ്രോംപ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബേസിക് പ്രോംപ്റ്റ്. അപ്പം അത് മൊത്തം വായിച്ചിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരെണ്ണം തന്നു. അപ്പം 3 ഫയൽ എനിക്ക് കിട്ടി. ഇൻഡെക്സ്, സ്റ്റൈല്, സ്ക്രിപ്റ്റ്. ഇങ്ങനെയുള്ള രീതിയിൽ 3 നമുക്ക് കിട്ടി. നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രമല്ലാതെ മേ ബി ഈ ഒരു ഇമേജസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെയുള്ള രീതിയിൽ ഈ ഒരു ബിൽഡ് ചെയ്തതിൻ്റെ അകത്ത് വീണ്ടും ഓരോരോ റീവർക്ക് ചെയ്തിട്ട് അവസാനം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുന്ന രീതിയിൽ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇമേജ് കൊടുത്തിട്ടും പിന്നെ അതിൻ്റെ അകത്ത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ അവാർഡ്, സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യാനാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടിയും പാടാണ്. ജസ്റ്റ് ഒരു ഈ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ ആൻറ്റി ഗ്രാവിറ്റി എന്നുള്ള രീതിയിൽ ഒരു ടൂളുണ്ട്. ഞാനിപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡിലേക്ക് പോകുന്നുണ്ടെന്നറിയാം. ബട്ട് അത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്ക്. കാരണം ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് ടെക്നിക്കലായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. സോ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്. അപ്പം ഈ ഒരു ആൻറ്റി ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോരോ ഇമേജസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനും ലിങ്ക് ചെയ്യാനും ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന 3 ഫയൽ ഇതിൻ്റെ ഈ സൈഡിൽ, ഈ ലെഫ്റ്റ് സൈഡിലുണ്ടാവും, ഈ ഒരു സൈഡിലായിട്ട്. അതിനുശേഷം ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് എനിക്ക് ഇങ്ങനത്തെ ചേഞ്ചസ് വേണം, അങ്ങനത്തെ ചേഞ്ചസ് വേണം, ഇങ്ങനെയുള്ള രീതിയിൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉപയോഗിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ നമ്മൾ നേരത്തെ ലവബിളിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞില്ലേ, ലവബിളിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓരോരോ പ്രോംപ്റ്റിനും ഓരോരോ പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. സോ ഈ ആൻറ്റി ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ടും ഈ ഒരു ബേസ് ആയിട്ടുള്ള നമുക്ക് 3 ഫയൽ കിട്ടുന്നുണ്ട്. ഇൻഡെക്സ്, HTML, CSS, JavaScript. സോ അത് ഇതിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ സൈഡിലായിട്ട് നമുക്കിങ്ങനെ പ്രോംപ്റ്റ് ചെയ്യുവാണെങ്കിൽ ലിമിറ്റ് തീരുന്നോണം വരെ, അതായത് നമുക്ക് അൺലിമിറ്റഡ് ആണെന്നല്ല, വീക്ക്ലി ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് തീരുന്നോണം വരെ നമുക്ക് ഇതുപോലത്തെ ഓരോരോ പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും.
സോ നമ്മുടെ ഈ ഇന്നത്തെ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി നമ്മൾ ജസ്റ്റ് എലോൺ മസ്കിൻ്റെ 3 പോർട്ട്ഫോളിയോൻ്റെ 3 ഫയൽ മാത്രമാണ് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇത്രയ്ക്ക് നേരം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നറിയാം. സോ ഞാൻ ഫസ്റ്റ് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇത്രയ്ക്ക് നേരം പറഞ്ഞത് ഞാനൊന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കൺസേൺസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു പാർട്ടിലേക്ക് പോകുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ എന്തൊക്കെയാണ് കവർ ചെയ്തതെന്ന് പറയാം. മീൻ വൈ നമ്മൾ ലവബിളിനോട് ഒരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതിവിടെ റെഡി ആയിട്ടുണ്ട്. ദിസ് വൺ ഒരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ജസ്റ്റ് ഒരു ഐ വാണ്ട് ടു ക്രിയേറ്റ് എ കാൽക്കുലേറ്റർ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. സോ ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ്. ഈ ഉള്ള രീതിയിൽ നമുക്ക് ചാറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരോ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ലവബിളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആകെയുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണം, അത്രയേ ഉള്ളൂ. സോ ബേസിക്കലി നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡൊമൈൻ നെയിം എന്നുള്ള രീതിയിൽ റെഡി ആയിരിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഫീൽഡും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് 3 കൂടി ഇനി മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് നെക്സ്റ്റിലേക്ക് പോകുന്നത്. നമുക്ക് ഒരു ലാൻഡ് വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ലാൻഡ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹോസ്റ്റിംഗർ എന്ന രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹോസ്റ്റിംഗർ പർച്ചേസ് ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ അതിന് പൈസ കൊടുക്കണം. അപ്പോൾ നമുക്ക് വേറെ ഫ്രീ ആയിട്ടൊരു ലാൻഡ് തരുന്ന ഒരു സർവീസ് പ്രൊവൈഡറാണ് ഗിറ്റ് ഹബ്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ഫ്രീ ആയിട്ട് ലാൻഡ് എടുക്കാൻ പോവുകയാണ്. ആ ഫ്രീ ആയിട്ട് നമ്മൾ മേടിച്ച ലാൻഡിൻ്റെ മേളിലായിട്ട് നമ്മൾ നമ്മുടേതായ ബിൽഡിങ് പണിയാൻ പോകുന്നത്. സോ ബിൽഡിങ് പണിയാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. CSS, ജാവാസ്ക്രിപ്റ്റ്, HTML ഇത് 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബിൽഡിങ് ഓൾമോസ്റ്റ് റെഡിയാണ്. നമ്മുടെ കയ്യിൽ ബിൽഡിങ് ഇരിക്കുന്നുണ്ട്. അത് ഇനി ലാൻഡിലേക്കൊന്ന് വെക്കണം, അത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഈ ഒരു പരിപാടി ചെയ്യാനായിട്ട് ഞാൻ ഗിറ്റ് ഹബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് പോണേ. ഓക്കെ, ഗിറ്റ് ഹബ് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ഇതിന് ശേഷം ഞാനിതൊന്ന് റഫായിട്ട് ഈ ഒരു സൈഡിൽ കാണുന്ന ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്തതാണ്. സോ ഞാനൊരു പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുവാണ്. സോ എങ്ങനെയാണ് ഗിറ്റ് ഹബ് യൂസ് ചെയ്യണേ എന്നുള്ള രീതിയിൽ ഇത് ആദ്യമായിട്ട് നോൺ ടെക്നിക്കൽ പീപ്പിൾസ് ഇത് കാണുമ്പോഴത്തേക്കും കുറച്ച് കൺഫ്യൂഷൻ ആവും. ബട്ട് ഞാൻ ഇതിൻ്റെ ഒരു റിസോഴ്സ് മെറ്റീരിയൽ എന്നുണ്ട്, ഹൗ വി ക്യാൻ ഡിപ്ലോയ് എ വെബ്സൈറ്റ് ഓൺ ദിസ് ഗിറ്റ് ഹബ് എന്നുള്ള രീതിയിലുള്ളൊരു റിസോഴ്സസ് ഞാൻ സെഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ രണ്ടാമതൊന്ന് റീവിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. സോ എനിവേ ഞാനിവിടെ റെപ്പോസിറ്ററി ഞാൻ മാക്സിമം സിമ്പിളായിട്ട് പറയാം. ഞാൻ ഗിറ്റ് ഹബ് ഓപ്പൺ ആക്കി ലോഗിൻ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തു. അതിനുശേഷം ന്യൂ റെപ്പോസിറ്ററി എന്നുള്ള രീതിയിൽ പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. ബേസിക്കലി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ് സിമ്പിളായിട്ട്. ഞാനിവിടെ എലോൺ ഫോൾഡർ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ എലോൺ മസ്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുകയാണ്. ഓക്കെ, എലോൺ മസ്കിൻ്റെ ഇവിടെ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ, അപ്ലോഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ അല്ലെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ ഫയൽ എന്ന രീതിയിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ അപ്ലോഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. സോ അപ്ലോഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ എന്ന രീതിയിൽ കൊടുക്കൂ. ചൂസ് യുവർ ഫയൽസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എലോൺ മസ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 3 ഫയലുണ്ട്. ഈ 3 ഫയൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുകയാണ്. ഇപ്പോൾ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അപ്ലോഡിങ് എന്നുള്ള രീതിയിലാണ്. സോ ഇപ്പം എലോൺ മസ്ക് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിൻ്റെ അകത്ത് നമ്മുടെ 3 ഫയലുണ്ട്. HTML, JS, CSS ഈ 3 ഫയലുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ ഒരു പോർട്ട്ഫോളിയോ ഞാനിപ്പോൾ എലോൺ മസ്കിൻ്റെ പേരിലാണ് വെച്ചിരിക്കുന്നത്, അത് പബ്ലിക് ആക്കാൻ പോവുകയാണ്. അതായത് ഞാനിപ്പം ലാൻഡ് ബിൽഡ് ചെയ്തു. ആ ലാൻഡ് ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബിൽഡിങ്ങും വെച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു അഡ്രസ്സ് വേണം. എൻ്റെ ഈ ഒരു ബിൽഡിങ്ങിന് ഒരു അഡ്രസ്സ് വേണം. ഈ അഡ്രസ്സിൻ്റെ അകത്ത് ആര് കയറിയാലും എൻ്റെ ബിൽഡിങ്, അല്ലെങ്കിൽ ഈ അഡ്രസ്സിലേക്ക് ആര് വന്നാലും എൻ്റെ ഈ ബിൽഡിങ് കാണണം. സോ ഈ ഉള്ള രീതിയിൽ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വിത്തിൻ സെറ്റിങ്സ്, അതായത് സെറ്റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഈ സൈഡിലായിട്ട് പ്രൊഫൈലിൻ്റെ ഭാഗത്ത് ഒരു സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ റെപ്പോസിറ്ററീൻ്റെ ഉള്ളിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് റെപ്പോസിറ്ററീൻ്റെ ഉള്ളിലുള്ള സെറ്റിങ്സ് ആണ് വേണ്ടത്. ഇപ്പോൾ റെപ്പോസിറ്ററീൻ്റെ ഉള്ളിലുള്ള സെറ്റിങ്സിൽ പോയി പേജസിലേക്ക് പോയി ഇവിടെ ഗിറ്റ് ഹബ് ആക്ഷൻസ് എന്ന രീതിയിൽ, അതായത് ഇതിവിടെ സെലക്ട് ചെയ്ത്
ഇവിടെ ഡിപ്ലോയ് ഫ്രം എ ബ്രാഞ്ച് എന്ന രീതിയിലായിരുന്നു ബൈ ഡിഫാൾട്ട് ആയിട്ടിരിക്കുന്നത്. അത് ഞാൻ ഗിറ്റ്ഹബ് ആക്ഷൻസ് എന്ന രീതിയിലേക്ക് സ്വിച്ച് ചെയ്ത് ഇവിടെ കോൺഫിഗർ സ്റ്റാറ്റിക് HTML എന്നുള്ള രീതിയിലൊരു ഭാഗമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കമ്മിറ്റ് ചേഞ്ചസ് എന്താണോ അതിൻ്റെ അകത്തുള്ളത് കമ്മിറ്റ് ചേഞ്ചസ് അങ്ങനെയുള്ള രീതിയിൽ ഡയറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം വീണ്ടും തിരിച്ച് ഞാൻ പേജസിലേക്ക് വരുവാണ്. ഒരു 2 മിനിറ്റ് എടുക്കും ഇതൊന്ന് വർക്കാകാൻ. അതവിടെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ കണ്ടോ എനിക്കൊരു ലിങ്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ യുവർ സൈറ്റ് ഈസ് ലൈവ് അറ്റ് https://github.com. ഇതെൻ്റെ യൂസർ നെയിം ആണ് കേട്ടോ. യൂസർ നെയിം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം, അതെന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ അതിനുശേഷം github.io, അതിനുശേഷം /Elon Musk എന്ന രീതിയിൽ ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതാണ്. ഇങ്ങനെയുള്ള രീതിയിൽ എനിക്ക് പബ്ലിക് ആയിട്ടുള്ളൊരു ഡൊമൈൻ നെയിം കിട്ടി. ഇത് ഞാൻ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗിറ്റ്ഹബ് എനിക്ക് തന്നിരിക്കുന്നതാണ്. അതായത് ഞാൻ സ്ഥലം മേടിച്ചപ്പോൾ നേരത്തെ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് ഒരു 4 വീട് കഴിഞ്ഞിട്ട് ആ വളവ് തിരിഞ്ഞിട്ട് 2ാമത്തെ വീട്, ഇങ്ങനെയുള്ള രീതിയിൽ ഒരു അഡ്രസ്സ് എന്തായാലും ആ ഒരു ലാൻഡിനുണ്ടാവും. ആ ഉള്ള രീതിയിൽ ഈ ലാൻഡ് തന്നെ എനിക്ക് തന്നിരിക്കുന്ന ഒരു അഡ്രസ്സാണിത്. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ എനിക്കിതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് പബ്ലിക് ടു എവരി വൺ എന്ന രീതിയിലാണ് ഞാനിത് വിസിറ്റ് സൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ എലോൺ മസ്ക് എന്ന രീതിയിൽ ആ ഒരു ലിങ്കിൻ്റെ അകത്തേക്ക് ആർക്ക് വേണമെങ്കിലും ഇത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ലൈവായിട്ട് ലാൻഡ് ആയിട്ടുണ്ട്. സോ ഇത്രയ്ക്ക് സിമ്പിളായിട്ടാണ്, അതായത് ഒരു PPT ഒന്നുകൂടെ എടുക്കട്ടെ. ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലാൻഡ് എന്നുള്ള രീതിയിൽ ഗിറ്റ്ഹബും ആ ലാൻഡിന് മേളിൽ നമ്മൾ AI ഉപയോഗിച്ചിട്ട് 3 ഫയൽ എന്ന രീതിയിൽ ആ ബിൽഡിങ്ങും പണിതു, അത് രണ്ടും കണക്റ്റും ചെയ്തു. ഇപ്പം 4 വീട് കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞ് 2ാമത്തെ വീട് എന്നുള്ള രീതിയിൽ ഒരു അഡ്രസ്സും കിട്ടി. അത് പക്ഷേ നമ്മുടെ ഒറിജിനൽ അഡ്രസ്സ് അല്ല. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് എലോൺ മസ്കിൻ്റെ ഒരു പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിലാകുമ്പോഴത്തേക്ക് elonmuskportfolio.com അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ രീതിയിൽ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ richardAexpert.com ഈ ഉള്ള രീതിയിൽ നമുക്കൊരു അഡ്രസ്സ് വേണം. ആ ഒരു അഡ്രസ്സ് ഇതുമായിട്ട് കണക്ട് ചെയ്യണം. സോ അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം കണക്ട് ചെയ്യാനായിട്ട് ഇതാ ഇവിടെ കണ്ടോ കസ്റ്റം ഡൊമൈൻ എന്ന രീതിയിൽ ഒരു ഫീച്ചറുണ്ട്. ഈ ഒരു കസ്റ്റം ഡൊമൈൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്തില്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും മേടിച്ചിട്ടുള്ള ആ ഒരു കസ്റ്റം ഡൊമൈൻ നമ്മൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പം ഞാൻ www.richardAexpert.com ഈ ഉള്ള രീതിയിലാണ് കൊടുക്കണം. അത് സേവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കുറച്ച് കോൺഫിഗറേഷൻസും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഞാനിത് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും കുറച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. സെയിം സ്റ്റെപ്സ് തന്നെയാണ്, കാരണം ഇത് ഒന്ന് ലൈവ് ആകാനായിട്ട് അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും പിടിക്കും. യെസ്, സോ ഞാൻ തന്നെ ലൈക്ക് എൻ്റെ ഒരു അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ഡൊമൈൻ നെയിമാണ് www.secsapien.com എന്നുള്ള രീതിയിലൊരു ഡൊമൈൻ നെയിം. സോ ഇത് ഞാൻ പോർക്ക് ബണ്ണിൽ ഓൾറെഡി മേടിച്ചിട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഈ ഉള്ള രീതിയിൽ ഞാൻ ഓൾറെഡി മേടിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരെണ്ണം ഇവിടെ സക്സസ്ഫുള്ളി എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. സോ ഇത് ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു അഡ്രസ്സ്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഡ്രസ്സ്. സോ ഈ ഒരു അഡ്രസ്സിലേക്ക് ഞാൻ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് നമുക്കിവിടെ ലാൻഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു terms.com എന്ന രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. ഈ ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് ടെക്നിക്കലാണ്, പക്ഷേ ഈസിയാണ്. ഞാനത് സിമ്പിളായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഞാൻ പോർക്ക് ബണ്ണിലേക്ക് പോവാണ്. എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാം. സോ ഈ പേജസിൻ്റെ അകത്തേക്ക് പോയിട്ട് കോൺഫിഗർ ചെയ്ത സപ്പോസ് ഒരു മിനിറ്റ് നമ്മുടെ പണ്ടത്തെ എക്സാമ്പിൾ തന്നെ എടുത്തിട്ടെടുക്കാം. കംപ്ലീറ്റ്ലി empty ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു കസ്റ്റം ഡൊമൈൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ഹോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലേൺ മോർ അബൌട്ട് കോൺഫിഗറിംഗ് എന്നുള്ള രീതിയിൽ ഞാനിത് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ആണ്. ഈ ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് നമ്മൾ ഓരോന്നിൻ്റെ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും എങ്ങനെ ഇത് കോൺഫിഗർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഫുൾ ഡീറ്റെയിൽസും ഇവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. സോ ഇത് ഓരോരോ
സർവീസ് പ്രൊവൈഡറിനും ഹോസ്റ്റിംഗ് പ്രൊവൈഡറിനും ഡിഫറൻ്റ് ആയിരിക്കും. ഈ ഗിറ്റ്ഹബിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനാണിത്. ഹോസ്റ്റിംഗറിന് വേറെ ആയിരിക്കാം, ഗോഡാഡിക്ക് വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ പോർട്ട്ബണ്ണിന് വേറെ ആയിരിക്കാം. അങ്ങനെ ലോകത്ത് മേ ബി ഒരു 50 ടൈപ്സ് ഓഫ് സർവീസ് പ്രൊവൈഡർ ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ ഉണ്ടെങ്കിൽ ആ 50 ആൾക്കാർക്കും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺഫിഗറേഷൻസ് ആയിരിക്കാം. സോ ഈ കോൺഫിഗറേഷൻസ് അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ അവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടോ, അത് നമ്മൾ കോപ്പി പീസ് മാത്രം ചെയ്താൽ മതി. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്കും ക്രിയേറ്റ് എ റെക്കോർഡ്, അതിനുശേഷം ഈ ഒരു 4 നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്രിയേറ്റ് ഒരു 4 റെക്കോർഡ്സ്, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പം ആഡ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പോർട്ട്ബണ്ണിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ മേടിച്ച, അതായത് നമ്മൾ ഈ ഡൊമൈൻ നെയിം മേടിച്ച സ്ഥലത്തുനിന്ന് നമ്മളിവിടെ DNS റെക്കോർഡ് എന്നുള്ള രീതിയിൽ, ഇത് ടെക്നിക്കൽ ടേം എന്നുള്ള രീതിയിൽ നിങ്ങളിതിനെ കാണണ്ട. നിങ്ങൾ പർച്ചേസ് ചെയ്തൊരു സംഭവം, അതിൻ്റെ അകത്ത് സെറ്റിങ്സിൻ്റെ അകത്ത് പോകുമ്പോഴത്തേക്കും DNS റെക്കോർഡ് എന്നുള്ള രീതിയിൽ ഒരു എഴുത്ത് അവിടെ കാണുന്നു. അതിൻ്റെ പേര് കുറച്ച് ടെക്നിക്കലാണെന്നേ ഉള്ളൂ, ബട്ട് ഈസി ആയിട്ട് നമുക്കത് കവർ ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് ഞാൻ DNS റെക്കോർഡ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നമുക്കിവിടെ ആഡ് റെക്കോർഡ് എന്നുള്ള രീതിയിൽ കുറച്ച്, ഇത് കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിരിക്കും, ബട്ട് ഞാനത് ഓൾറെഡി ഫില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരിക്കുവാണ്. സോ ഇവിടെ ആഡ് റെക്കോർഡ് എന്ന രീതി കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളതെന്ന് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പല രീതിയിലൂടെ AAA അല്ലെങ്കിൽ 4A അങ്ങനെയുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണെന്നൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കാണുന്നത് ക്രിയേറ്റ് എ റെക്കോർഡ്സ് പോയിൻറ്റിങ് ടു ദിസ് വൺ, അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. സോ ഞാൻ ഈ ഫസ്റ്റ് ഇത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് പോർട്ട്ബണ്ണിൽ പോയിട്ട് ഇവിടെ എ റെക്കോർഡ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആ ഒരു അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈപ്പ് എന്നുള്ള രീതിയിൽ ഫോർ AAA അത് സെലക്ട് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നു. ഇവിടെ AAA എന്നുള്ള രീതിയിലുള്ളത് ഞാനിത് കോപ്പി ചെയ്യുന്നു. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പോയിട്ട് അത് പേസ്റ്റ് ചെയ്യുന്നു. ഇത് ഞാൻ ആഡ് കൊടുക്കണം കേട്ടോ, ഞാൻ ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിൽ സെലക്ട് ചെയ്തു, അടുത്ത നമ്പർ കൊടുത്തു, ആഡ് കൊടുത്തു, വീണ്ടും A റെക്കോർഡ് എടുത്തു, അടുത്ത നമ്പർ കൊടുത്തു, ആഡ് കൊടുത്തു, അങ്ങനെ 4 തവണ ചെയ്തു. പിന്നെ അതിനുശേഷം AAA റെക്കോർഡ് എടുത്തു, അതിനുശേഷം ആ ഒരു വാല്യൂ കൊടുത്തു. സോ ബേസിക്കലി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെൻറ്റേഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്തു. ഇനി മനസ്സിലായില്ലെങ്കിൽ ChatGPT-നോട് ചോദിച്ചാൽ മതി എന്താ ചെയ്യേണ്ടത്. ഒരു എക്സ്പ്ലെയിൻ ആസ് ഇഫ് ആം 10 years old എന്നുള്ള രീതിയിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെൻ്റെ യൂസർ നെയിമാണ്, എൻ്റെ യൂസർ നെയിം .github.io എന്നുള്ള രീതിയിൽ. സോ www. ഇതിങ്ങനെയുള്ള രീതിയിൽ എൻ്റെ ഡൊമൈൻ നെയിം കൊടുത്തപ്പോഴത്തേക്കും അത് ഇതിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. സോ ആരെങ്കിലും ഇതിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള രീതിയിൽ CNAME എന്നുള്ള രീതിയിലുള്ളൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ബേസിക്കലി ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കണം, ആ ഒരു വിഷയമുള്ളൂ. ഇവിടെ അണ്ടർ കസ്റ്റം ഡൊമൈൻ CNAME എന്ന രീതിയിൽ ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ ChatGPT ആയിരുന്നു ഉപയോഗിച്ചത്. അപ്പോൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് എനിക്കും കാര്യം മനസ്സിലായില്ലായിരുന്നു. ബട്ട് അത് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, റെഡിയായി. അപ്പോൾ ഓക്കെ, ഗിറ്റ്ഹബിലേക്ക് വന്നിട്ട് ഇവിടെ ഇത്രയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് www. എൻ്റെ ഡൊമൈൻ നെയിം എന്നുള്ള രീതിയിൽ .com എന്നുള്ള രീതിയിൽ ഞാനിവിടെ സേവ് ചെയ്യുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആകും. പക്ഷേ ഇത് കണക്റ്റ് ആകില്ല, കാരണം ഞാനിത് ഓൾറെഡി കണക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി കണക്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ DNS ചെക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും, പക്ഷേ അത് കുഴപ്പമില്ല, വർക്കിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് വെബ്സൈറ്റ് കിട്ടുന്നത്. സോ ഇത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ടിക്ക് വന്നിട്ട് യെസ് നൗ ഇറ്റ് ഈസ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഈ ഉള്ള രീതി വരും. സോ ഇങ്ങനെയുള്ളൊരു പരിപാടിയാണ് നമുക്ക് ഈ ഉള്ളൊരു മെത്തേഡ്സിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബട്ട് ബേസിക്കലി ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേരിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഒന്ന് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ ഒരു ഓവർവ്യൂ എന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ എങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലൊരു കാര്യം ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഗിറ്റ്ഹബിൻ്റെ അകത്ത് കയറിയാൽ മതി. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഒരു ഡൊമൈൻ നെയിം ഫ്രീ ആയിട്ട് മേടിക്കാം, അതായത്
ഡൊമെയിൻ നെയിമും നമുക്ക് ഫ്രീ ആയിട്ട് മേടിക്കാൻ പറ്റും. അതെങ്ങനെ ഫ്രീ ആയിട്ട് മേടിക്കുക എന്നുള്ള രീതിയിൽ ഇഷ്ടംപോലെ വെബ്സൈറ്റിൽ freedomain.com ഫ്രീ ഡൊമെയിൻ വെബ്സൈറ്റ് ബൈയിങ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ഡൊമെയിൻ മേടിക്കാൻ പറ്റും. വലിയ പൈസ ഇല്ല, എന്നാലും ചിലപ്പോൾ അത് റിന്യൂ ചെയ്യാനായിട്ട് കുറച്ച് പൈസ കൊടുക്കണം. സോ ഒരു എക്സ്പെരിമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി ഒരെണ്ണം ഇന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഫ്രീ ഡൊമെയിൻ ഗിറ്റ്ഹബ് എന്നും കൂടി സെർച്ച് ചെയ്തോ. ഓക്കെ, ഡിജിറ്റൽ പ്ലാറ്റ് ഫ്രീ ഡൊമെയിൻ എന്ന രീതിയിലൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് കയറി നോക്കുവാണെങ്കിൽ എൻഡിങ് വിത്ത് ദീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് adinvs.com എന്നുള്ള രീതിയിൽ എൻഡിങ് വിത്ത് .com ആണ്. ഇപ്പോൾ ഗിറ്റ്ഹബിൻ്റെ കാര്യത്തിലാണ് github.com ആണ്. സെയിം രീതിയിൽ .us.kg അല്ലെങ്കിൽ qzz.io ഇങ്ങനെയുള്ള രീതിയിലുള്ള ഓരോരോ ഡൊമെയിന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മേടിക്കാം. മേ ബി ചിലതിന് പൈസ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇത് ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലായിട്ട് കുറച്ച് കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലൈക്ക് ഫൈനലി ജോയിൻ ഗ്രോത്ത് കമ്മ്യൂണിറ്റി .dpdns.org ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ജോയിൻ ഗ്രോത്ത് കമ്മ്യൂണിറ്റി സ്പേസിൽ കേട്ടോ, ജോയിൻ ഗ്രോത്ത് കമ്മ്യൂണിറ്റി .dpdns.org ഇങ്ങനെയുള്ള രീതിയിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഗ്രോത്ത് കമ്മ്യൂണിറ്റിൻ്റെ ഇൻവിറ്റേഷൻ ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സോ ബേസിക്കലി ഈ ഒരു ഗ്രോത്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഓരോരുത്തർക്കും ഞാൻ ഈ ഒരു ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട. ആരോട് വേണമെങ്കിലും ജോയിൻ ഗ്രോത്ത് കമ്മ്യൂണിറ്റി .dpdns.org എന്നുള്ള രീതിയിൽ വിസിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഇങ്ങനെയുള്ള രീതിയിലായിരുന്നു ഞാനത് ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഡൊമൈനെ യൂട്ടിലൈസ് ചെയ്തത്. സോ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ അതിലേക്ക് കവർ ചെയ്യുന്നില്ല. ബട്ട് ഇങ്ങനത്തെ ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൊമൈൻ മേടിക്കാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഈ ഒരു ഡൊമൈൻ, അതായത് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കണക്ട് ചെയ്യാനായിട്ട് Cloudflare, അതായത് ഇതിനെക്കുറിച്ച് കുറച്ച് ടെക്നിക്കലാണ്, ഇതിനെക്കുറിച്ച് അറിയേണ്ട ആൾക്കാരിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ ഇങ്ങനത്തെ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള ഡൊമൈന് ഞാൻ ചെയ്ത പോലെ റീഡയറക്റ്റ് ചെയ്യാനായിട്ട് Cloudflare എന്ന് പറഞ്ഞിട്ടൊരു സർവീസ് പ്രൊവൈഡർ ഉണ്ട്. അവരുടെ ഒരു സർവീസസ്, ഫ്രീ ആയിട്ടുള്ള സർവീസസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തത്. അതിലേക്ക് കവർ ചെയ്യുന്നില്ല. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു എക്സ്പ്ലോർ ദീസ്, ഈ ഉള്ള രീതി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേർഡ്പ്രസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഏതെങ്കിലും സെഷൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൻ്റെ അകത്ത് പറയാം. അത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു എവരി വൺ ഫോർ യുവർ ടൈം.